കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചോക്ലേറ്റ്. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് വെച്ചുണ്ടാക്കുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർ ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിൽ 170 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുകയാണ്. അൺസ്വീറ്റഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അതിലേക്ക് പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 170 ഗ്രാം മൈദയാണ് കേട്ടോ, അതിൻ്റെ മെഷർമെൻറ്റാണ് ഈ പറയണത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു ബൗളിനകത്ത് വേണമെങ്കിൽ ബൗളിനകത്ത് എടുത്ത് ബ്ലെൻഡർ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന് മിക്സിയുടെ ജാറാണ്. മിക്സിയുടെ ജാറിൽ 2 മുട്ട എടുക്കുകയാണ്. 2 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും 2 തുള്ളി വാനില എസൻസുമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതേ പോർഷൻസ് വേറൊരു ബൗളിലെടുത്ത് ബ്ലെൻഡർ വെച്ച് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മിക്സിയുടെ ജാറിലാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. അതേപോലെ 80 ml വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലെൻഡർ വെച്ച് അങ്ങനെ വേണമെങ്കിലും അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതൊന്ന് ജാറിൽ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിന് നമുക്ക് കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 100 ഗ്രാം ചോക്ലേറ്റ് ചിപ്സാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മാവിൻ്റെ അളവിന് 100 ഗ്രാം ചേർക്കാമെങ്കിലാണ് നല്ല ടേസ്റ്റ് വേണ്ടി നല്ല ക്രിഞ്ചി ആയിട്ട് നമുക്കിത് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓവൻ വാങ്ങിച്ചപ്പോൾ ഓവൻ്റെ കൂടെ കിട്ടിയ ഒരു ട്രേ ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പിസ്സ ട്രേ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ഒരു ട്രേയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ട്രേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പ് ഒന്ന് നിരത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ കപ്പാണ്. ഇപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയുള്ളൂ. ഇപ്പോൾ കനം കുറഞ്ഞ പേപ്പർ കപ്പ് നമ്മൾ സാധാ കപ്പ് കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. ഏത് കപ്പാണെങ്കിലും ആ കപ്പിന് 1/4 ഭാഗത്തോളം മാത്രമേ ബാറ്റർ ഒഴിക്കാവൂ. എന്നിട്ട് നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുമ്പോൾ ടാപ്പ് ചെയ്യുന്ന പോലെ ഓരോ കപ്പും ടാപ്പ് ചെയ്തിട്ട് വേണം ട്രേയിൽ നിരത്താൻ വേണ്ടി കേട്ടോ. അങ്ങനെ ഞാൻ ട്രേയിൽ നിരത്തിയിട്ടുണ്ട്. നമ്മുടെ ഓവൻ ആ സമയത്ത് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് 170 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ആ ഓവനിലേക്ക് നമ്മുടെ കപ്പ് കേക്കിൻ്റെ ട്രേ ഞാൻ വെക്കുകയാണ്. എനിക്ക് 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് വേണ്ടി വന്നു നമ്മുടെ കപ്പ് കേക്ക് റെഡിയാകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ഇതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 35 മിനിറ്റ് വേണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടൈം വെച്ചിട്ട് നിങ്ങൾ ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് കുത്തി നോക്കുക. വെന്തില്ലെന്ന് തോന്നുന്നുണ്ട് വീണ്ടും കുറച്ച് നേരം കൂടെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് 35 മിനിറ്റ്സാണ് വേണ്ടി വന്നത്. ഇത് തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ മഫിൻസിലെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചോക്ലേറ്റ് പ്രേമികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.